വീട്ടിൽ പോവാ. വീട്ടിലേക്കോ? കരാട്ടെ ക്ലാസ്സിലേക്ക് പോടാ. കരാട്ടെ മാസ്റ്റർ അടുത്ത് പഠിക്കണോ അച്ഛൻ്റെ അടുത്ത് പഠിക്കണോ? ആരടുത്ത് പഠിച്ചാലും കൊള്ളാം. നീ എന്റെ മോനാ. കരാട്ടെ തൊട്ട് കത്തിക്കുത്ത് വരെ നീ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ്സിനകത്തേക്ക് വരണ്ട, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് ബോറടിക്കും. അവിടെ ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഫോൺ വന്നാലും കുഴപ്പം, വിളിച്ചാലും കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഇന്നാ ഈ ഗെയിം കളിച്ചോണ്ടിരുന്നോ. പിടിക്ക്. ഇതെന്താ ഒരുമാതിരി വളയം തളയൊക്കെ? ഇതിലുള്ള 3 ബോൾസും നടുക്കുള്ള വട്ടത്തിലിടണം. ഇട്ടാ ഞാൻ മിൻ ചെയ്യൂ? അച്ഛനിടൂല, അതിനു മുമ്പ് ഞാൻ വരും. അച്ഛൻ അതിനുള്ള ക്ഷമയൊന്നുമില്ല. Shivani, your mom is calling. ഹലോ. ഹായ് ശിവാനി, ട്രെയിനിങ് കഴിഞ്ഞോ? ഇല്ല മമ്മി, വരാം. ശരി, ഞാൻ വെയിറ്റിംഗ് ഏരിയയിലുണ്ടാവും. കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ശരി മമ്മി. ഓക്കെ. അവിടെ നിൽക്കണ്ടേ? സോറി. എക്സ്ക്യൂസ് മീ. ഏയ്, സ്കൂളിലുള്ളത് പിന്നെ വിളിക്കാം. ബൈ. ഗെയിമാണത്രേ, ഗെയിം. ഈ ബോൾ ഉള്ളിൽ കിടന്നാലേ പുറത്ത് കിടന്നാലതാ. അർജുൻ, ഒരു കോള് മാത്രം പ്ലീസ്. ഇന്ന് ഞാൻ നിന്നെ പിഴിഞ്ഞെടുക്കൂടാ. ഈ കോള് ഞാൻ കത്തി വെച്ച് അറ്റൻഡ് ചെയ്യും. നീ എവിടെയാ ഉള്ളത്? ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. ജ്യൂസോ? മുതലാളി, അവന്റെ കിഡ്നി കിഡ്നാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ലിവർ ലിക്വിഡ് ആക്കണോ? ചത്തുപോടാ. ഐ മീൻ കൈയും കാലും മാത്രമല്ലേ ഒടിച്ചുള്ളൂ. അപ്പൊ എങ്ങനെയാ ഒപ്പിടുന്നേ? കഴുകുന്ന കൈയല്ലേ മുതലാളി ഇല്ലാതാക്കിയേക്കുന്നേ. ഒപ്പിടാൻ വലത് ചെയ്യണ്ടല്ലോ. ഓ അങ്ങനെ. നീയൊക്കെ എവിടുത്തെ വക്കീലടാ? സ്റ്റേ ഓർഡറിന് മുമ്പുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നിനക്ക് അറിഞ്ഞൂടെ? വക്കീൽ എന്ന് പറഞ്ഞാൽ നിയമം അറിയണം, അല്ലെങ്കിൽ ജഡ്ജിനെ അറിയണം. നിനക്ക് ഇത് രണ്ടും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചേ? നീ വേസ്റ്റ്. നീ കേസ് ഫയൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ. ഹലോ. ഒരു കോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ കോളാ വിളിക്കുന്നത്. കോള് 3, പക്ഷെ മാറ്റർ 1. എന്ത് മാറ്റർ ആണെങ്കിലും മതി വിളിച്ചത്. വെക്കേഷൻ അല്ലേ? ഒരു തെണ്ടി സ്റ്റേ ഓർഡർ മേടിച്ചതിന് അർണോൾഡ് അവനെ അടിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ളത്. സീരിയസ് മാറ്ററാ. ഹലോ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ്. ഫോൺ തന്നെ. അർണോൾഡ്. ഹേയ്, അർണോൾഡ് ലൈനിലുണ്ട്. ഒരു മിനിറ്റ്. ഹലോ അർണോൾഡ്, ആ അഡ്വക്കേറ്റിനോട് കേസ് ഫയൽ വീട്ടിലേക്ക് നിൽക്കും. മര്യാദയ്ക്ക് ഫോൺ ഇങ്ങോട്ട് തന്നെ. കുറച്ചെങ്കിലും മാനേഴ്സ് വേണ്ടേ? ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? എന്താ ഇയാളുടെ പ്രശ്നം? ഈ ഫോൺ വേണം. അതെ. എടുത്തോ. എന്തിനാ പൊട്ടിച്ചത്? എത്ര എക്സ്പെൻസീവ് ആണെന്നറിയോ? എത്ര എക്സ്പെൻസ് ആയാലും എന്താ? നിനക്ക് മാനേഴ്സ് അല്ലേ വേണ്ടത്? ദേ കിടക്കണോ, വാരി എടുത്തോ. എന്ത് പറ്റി മമ്മി? ഒരു റാസ്കൽ എന്നെ ഫോൺ പൊട്ടിച്ചിട്ട് പോയി. അവനെ വെറുതെ വിട്ടോ? അവനിട്ടൊരെണ്ണം കൊടുക്കായിരുന്നില്ലേ? അവനെ ഞാൻ... ഏയ് ശിവാനി, അമ്മേ, അമ്മയുടെ ഫോണല്ലേ ഇത്? അതെ. അപ്പോ ഇത് അയാളുടെ ഫോണായിരിക്കും. അയ്യോ, എന്താ മമ്മി? സ്കൂളിൽ വെച്ച് ഫോൺ ചെയ്ത അപ്പ തുടങ്ങും ടീച്ചറിന്റെ ശല്യം. ദേ അയാള് തന്നെ. അയാളോ? എന്റെ ഫ്രണ്ട് ആകാശിന്റെ അച്ഛനാ. വലിയ ഹീറോയാ അമ്മേ.
ഹലോ. എടാ ആകാശ്, എന്താടാ പോയേ? അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? നീ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് വാ, ഞാനും അമ്മയും അങ്ങോട്ട് വരാം. അച്ഛനോ? എന്തിന്? ആരത്? ജസ്റ്റ് എ മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ആരാ, എന്താ, എന്തിനാ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അതൊന്നും മാനേഴ്സ് അല്ല. ശിവാനി, എൻ്റെ അച്ഛന് മൂഡ് ശരിയല്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ആ വലിയ ഹീറോയെ മൂഡ് ഓഫ് ആക്കി കളഞ്ഞല്ലോ മമ്മി. സോറി. എന്റെ അടുത്ത് സോറി പറയണ്ട. ആദ്യം ഒരു പുതിയ ഫോം വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പോയി സോറി പറ. ഓക്കെ. അച്ഛാ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ സോങ് ഒന്ന് ഓഫ് ചെയ്യോ? അച്ഛാ, ദേഷ്യാണോ? ഇല്ല. ദേഷ്യ ആയാലും സാരമില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ വേറെ സ്ഥലത്ത് പോയി പിന്നെ ഇത് തന്നെ ചെയ്യും. അപ്പൊ ഒരച്ഛനെ പറ്റി എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കും? മാനേഴ്സ് ഇല്ലാത്ത ആളെന്ന് വിചാരിക്കും. മാനേഴ്സോ? അതെ. ഞാൻ ഈ സോങ് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ പോലും ആദ്യം അച്ഛനോടല്ലേ പെർമിഷൻ ചോദിച്ചേ. ആ, അതാണ് മാനേഴ്സ്. ഫോണിന് മാത്രമേ മാനേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചേ. ഇതിപ്പോ റേഡിയോനും മാനേഴ്സ് ഉണ്ടോ? എവിടെ നോക്കിയാലും മാനേഴ്സ്. ഇപ്പൊ ഈ പാട്ട് വെക്കുന്നോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല? എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു. റേഡിയോക്കാർക്ക് എപ്പോ ഏത് പാട്ട് വെക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. ആദ്യം ഇവർക്ക് മാനേഴ്സ് പറഞ്ഞു കൊടുക്കും. ഹലോ മുതലാളി, വേലാതെ ഒപ്പിട്ടിട്ടുണ്ട്. ആ കൈ ഓടിച്ചേക്കട്ടെ. ഒപ്പിട്ടല്ലടാ, അഞ്ഞു വിട്ടേക്ക്. അല്ല മുതലാളി, അവൻ നമുക്ക് ഒപ്പിട്ട് തന്നല്ല മറ്റേ പാർട്ടിക്ക് ഒപ്പിട്ട് കൊടുത്താലോ? അതുകൊണ്ടാ ഒപ്പിട്ട കൈയോടെ അങ്ങോട്ട് എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞേ. അല്ല, വരുമ്പോ കൈയും വീശു വരണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഓടിച്ചോ. ഏയ്, ഞാൻ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ വലിയ തിരക്ക്? ഏതോ ഒരുത്തനും ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഓടിക്കാൻ നോക്കും. ഇവിടെ കൈ ഒടിക്കുന്നവരെ ഞാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി നിന്റെ പേരിലേക്ക് മാറ്റിയിട്ട് ഈ ചെക്കിൽ നിനക്ക് ഒപ്പിട്ടാ എന്താടാ? 10 ചെക്കിൽ ഒപ്പിട്ടത് 10 രീതിയിലാന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എല്ലാം റിട്ടേൺ ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞല്ലേ? ആരുടെ ഫോണില്? ഇവിടെ ഒരു മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരാ എന്താന്നൊക്കെ ചോദിക്കരുത്. ഒരുവരെ മാനേഴ്സ് ഇല്ലാതെ. ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഇതുപോലുള്ള അപ്പന്മാരെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ഇത് എന്റെ അടുത്തൊരു മഹാൻ പറഞ്ഞതാ. ആടാ, പറയടാ. മഹാനോ? മഹാനല്ല മുത്തശ്ശ, മകനായി ഞാനാ പറഞ്ഞേ. അത് ശരി. ഞാൻ കുറച്ച് സന്തോഷിച്ചു, എന്റെ മകന് ബോധോദയം ഉണ്ടായിന്ന്. ഇന്ന് ശിവാനിയോട് ഫോണിൽ സംസാരിച്ചപ്പോ അതാരാണെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ ഞാൻ കൊടുത്ത ഡോസാ തിരിച്ചു മുത്തശ്ശന് തന്നത്. വെരി ഗുഡ്രാ. നീ അച്ഛന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലേ? ഇതിനു വേണ്ടിയാ അവന്റെ ജോലിയെല്ലാം മാറ്റി വെച്ച് വെക്കേഷൻ സമയത്ത് നിന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴേ നിങ്ങൾ തമ്മിലുള്ള എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് തന്നെ. അതെ മുത്തശ്ശ, ഞാൻ സന്തോഷോട്ടിരിക്കണ ഇഷ്ടപ്പെടുന്നില്ലേ? എന്താടാ മുത്തച്ഛൻ എങ്ങനെയാ ഇങ്ങനൊരു മോനുണ്ടായേ? എന്താടാ എന്റെ മകനൊരു കുറവ്? കിങ്ങാടാ. മുത്തച്ഛന്റെ കിങ് ഞങ്ങളുടെ പ്രിൻസിപ്പളിന് മുന്നിൽ എന്താ ചെയ്തതെന്നറിയോ? എന്താടാ ചെയ്തേ? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ്. നാഷണൽ ലെവലിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അവാർഡ് തന്നെ നടക്കുന്നത്. ആകാശ്, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. ആ, അല്ല, വെക്കേഷൻ ക്ലാസ്സിൽ ഏതിലാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? മ്യൂസിക്. മ്യൂസിക്. കരാട്ടെ വേണ്ടച്ചാ, മ്യൂസിക് ക്ലാസ് മാത്രം മതി. അതുകൊണ്ട് എന്താ, നമുക്ക് രണ്ടിലും ചേരാം. പാടിക്കൊണ്ട് അടിക്കാം, അടിച്ചോണ്ട് പാടാം, അല്ലേ സാർ? യെസ്. രണ്ടിനും ചേർത്ത് ഫീസ് എത്രയാ? $60,000 സാർ. അത്രയേ ഉള്ളൂ. അടച്ചോളൂ.
അയ്യോ അയ്യോ എന്റെ മാനം കളഞ്ഞല്ലോടാ. ആ രാക്കിരൺ ബ്രാൻഡ് അണ്ടർവെയർ നിന്റെ സ്കൂളിൽ എല്ലാവരും കണ്ടോ? അതുമാത്രമല്ല, ആ. സ്കൂളിലുള്ള കുട്ടികളെല്ലാരും നീ അച്ഛനെ പോലെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് പൊക്കി പൊക്കി നോക്കാം മുത്തശ്ശ. അയ്യോ എന്റെ കണ്ണാ, നിന്റെ മാനവും പോയോ? അത് കഴിഞ്ഞ് ബേക്കറിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? എന്താണ് നടന്നത്? ആ മിച്ചർ പാക്കറ്റ് എടുത്ത്. ആകാശ്, ഇന്ന് മുത്തച്ഛൻ വന്നില്ലേ? ഇല്ല. ഇത് പുതിയ ഡ്രൈവറാ. അടിക്കല്ലേ സാർ? നിനക്കറിയാമോ? അറിയാതെ പറഞ്ഞു സാർ. കണ്ടിട്ട് അച്ഛനാന്ന് തോന്നുന്നില്ല. ഡ്രൈവറാണോ? ആരെങ്കിലും ചോദിച്ചത്? അയ്യോ, അതാണല്ലേ സംഭവം. എന്നിട്ട് ഈ ഓട്ടോയുടെ കണക്കും ബേക്കറി കണക്കും അങ്ങോട്ട് ഒക്കുന്നില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കണക്കൊക്കാത്തതല്ല, നിന്റെ അപ്പന് എനിക്ക് ടോപ്പിച്ചതാ. കറക്റ്റ്. അച്ഛൻ അത് തന്നെ പണി. അന്ന് രാഖിച്ചേട്ടൻ കൊറേ ഗുണ്ടകളെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് വന്ന് അച്ഛനും ചേർന്ന് അടി പിടി എനിക്ക് വരാൻ പറ്റില്ലടാ. എന്റെ മോനൊരു അവാർഡ് കിട്ടുന്നുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിൽ പോയേ പറ്റൂ. മുത്തശ്ശ, അച്ഛൻ എന്താ പോണ്ടിച്ചേരിക്ക് വരാന്ന് പറയുന്നേ? അയ്യോ, ഇവനെ പോണ്ടിച്ചേരിക്ക് വിട്ടാൽ ശരിയാവില്ല. ഇവൻ എവിടെ ചെന്നാലും പ്രശ്നമാ. അല്ല മോനെ, അവിടുത്തെ സിഎം വരെ എന്റെ ഫ്രണ്ടാ. മുത്തശ്ശ, അച്ഛൻ്റെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാൻ എനിക്ക് നാണക്കേടാ. അവിടെ വന്ന് നാണം കെടുത്തു മുത്തശ്ശ. ഞാൻ അച്ഛൻ്റെ കൂടെ പോകും.